ഇറാന്റെ മിലിറ്ററിയുടെ മേജർ ജനറൽമാരിൽ ഒരാളായിട്ടുള്ള മൊഹ്സിൻ റസി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. മൊഹ്സിൻ റസി പറഞ്ഞത്, ഏതെങ്കിലും കാരണവശാൽ ഇസ്രയേൽ ഇറാനിൽ ആണവ ബോംബ് വിക്ഷേപിക്കുകയാണെങ്കിൽ പകരം പാകിസ്ഥാൻ ഇസ്രയേലിൽ ആണവ ബോംബിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സാധാരണ പട്ടാളക്കാരനല്ല പറഞ്ഞത്. ഇറാൻ മിലിറ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ ജനറൽമാരിൽ ഒരാളായിട്ടുള്ള ആളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഇസ്രയേൽ ഞങ്ങൾക്കെതിരെ ആണവ ബോംബ് ഉപയോഗിച്ചാൽ പകരം പാകിസ്ഥാൻ ഇസ്രയേലിനെതിരെ ആണവ ബോംബ് ഉപയോഗിക്കുമെന്ന ഉറപ്പ് പാകിസ്ഥാൻ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേജർ ജനറൽ ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗം കൂടിയായിട്ടുള്ള ഇദ്ദേഹം, ഈ റൈസി എന്ന് പറയുന്ന ആള്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് പാകിസ്ഥാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ചിലപ്പോൾ പാകിസ്ഥാൻ സ്വകാര്യമായിട്ട് ഇങ്ങനെ ഒരു ഉറപ്പൊക്കെ കൊടുത്തിരിക്കാം. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവായുധം സ്വന്തമായിട്ടുള്ള ഏക രാജ്യം പാകിസ്ഥാനാണ്. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെന്റ് ആണ്, മോശം എക്കണോമിയാണ്. ഇതൊക്കെയാണെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല പേരുകളിൽ പാകിസ്ഥാൻ മിലിറ്ററിക്കും പാകിസ്ഥാൻ ഗവൺമെന്റിനും ഫണ്ട് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടിങ്ങിന് കാരണമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധമാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് പാകിസ്ഥാന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മേൽ ഒരു ആണവ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ സഹായിക്കും. ഈ ഒറ്റ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തുർക്കി പോലും പാകിസ്ഥാനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആണവായുധം ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാനെ ആർക്ക് വേണമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. ബംഗ്ലാദേശിന് എന്തുകൊണ്ടാണ് ആർക്കും വേണ്ടാത്തത്? ബംഗ്ലാദേശിന്റെ കയ്യിൽ അങ്ങനെ പറയത്തക്ക ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എത്രയോ ഇസ്ലാമിക രാജ്യങ്ങൾ ആഫ്രിക്കയിലുണ്ട്, ആരും മൈൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് മലേഷ്യക്കോ ബ്രൂണൈക്കോ അല്ലെങ്കിൽ മറ്റ് പല ഇസ്ലാമിക രാജ്യങ്ങൾക്കോ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുക്കുന്നില്ല. പ്രധാനപ്പെട്ട ലോകത്തെ സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് ഏക കാരണം അവരുടെ കയ്യിലുള്ള ആണവായുധമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു ഗ്യാരണ്ടി, ആ ഒരു ഉറപ്പ് ഇറാനെ കൊടുത്തിരിക്കാം. അത് പക്ഷേ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ഇറാൻ സത്യത്തിൽ പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഒരു വലിയ കെണിയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒന്നാമതേ, ഇസ്രയേലിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇസ്രയേലിന് നന്നായിട്ടറിയാം ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടുന്നത് പോലെ അപകടകരമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്, നമ്മൾ അതും മനസ്സിലാക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാന്റെ കയ്യിൽ കൂടി ഒരു ആണവായുധം ഉണ്ടായെന്നും പറഞ്ഞ് നമുക്കൊന്നും വരാനൊന്നുമില്ല. കാരണം ഏറ്റവും വലിയ തീവ്രവാദ രാഷ്ട്രമായ പാകിസ്ഥാന്റെ കയ്യിൽ ഇതുണ്ട്. പിന്നെ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ വന്നാൽ നമുക്കെന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉത്തര കൊറിയ. അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുമുണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് പ്രയോഗിക്കാം. അപ്പൊ അവരുടെയൊക്കെ കയ്യിലുള്ളപ്പോൾ തോന്നാത്ത ഒരു ഇൻസെക്യൂരിറ്റി നമുക്കിപ്പോൾ ഇറാന്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് തോന്നാനില്ല. ഇറാനുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമാണ് നമുക്കുള്ളത്. പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക രാജ്യങ്ങൾ, വിശേഷിച്ച് ഇസ്രയേലുമായി ശത്രുത പുലർത്തുന്ന രാജ്യങ്ങൾ ആണവായുധം സ്വന്തമാക്കുന്നത് അവർക്കൊരു ഭീഷണിയായിട്ട് അവർ കാണുന്നു. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പൊ ഇറാന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ഗൗരവമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പാകിസ്ഥാൻ ഇത് നിഷേധിച്ചു വന്നേ. ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് തടിയൂരിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്ട്രി. അവരുടെ ഗവൺമെന്റ് വൃത്തങ്ങളോട് ഈ ചോദ്യം ഇപ്പൊ ചോദിച്ചു. അപ്പൊ അവര് നിഷേധിച്ചു, ഞങ്ങൾ അങ്ങനെ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നൈസിനെ ഇറാനെ കാലുവാരി. ഇവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ഒരു പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകാം, അത് രഹസ്യമായിട്ടായിരിക്കാം. പരസ്യമായിട്ട് അത് തുറന്നു പറഞ്ഞ് പണി വാങ്ങാൻ പാകിസ്ഥാന് ഭയമായിരിക്കും. അതുകൊണ്ടാണ് അവർ ഇപ്പൊ അതിൽ നിന്ന് പിന്മാറിയത്. രണ്ട്, ഇറാൻ പാകിസ്ഥാനിട്ട് കൊടുത്തൊരു പണിയുമായിരിക്കാം. അത് എന്തുദ്ദേശത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഇറാനും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഭയങ്കരമായ സ്നേഹബന്ധമൊന്നും അല്ല. ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് അവർക്കിടയിൽ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിർത്തിയിൽ ഉൾപ്പെടെ. അപ്പോൾ ഷിയ സുന്നി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മതപരമായ അല്ലെങ്കിൽ ഇസ്ലാമിലെ ജാതിപരമായ വ്യത്യാസങ്ങളൊക്കെ അവർക്കിടയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നാണ് 2 ദിവസം മുമ്പ് പാകിസ്ഥാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓരോരുത്തരെയായിട്ട് അവർ തീർക്കും എന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിലും പറഞ്ഞു, എന്ന് വെച്ചാൽ ഓൾറെഡി നെതന്യാഹുവും ഇസ്രയേലും പ്ലാൻ ചെയ്യുന്നത് ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് എന്നേക്കുമായി അവസാനിപ്പിക്കുക, കഴിയുമെങ്കിൽ അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക. അതിനുശേഷം പിന്നെ അവരുടെ മുഴുവൻ ശ്രദ്ധയും പ്രധാനമായിട്ടും പാകിസ്ഥാനിലായിരിക്കും. കാരണം ഈ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ഒരു അലാറം തന്നെയാണ്. കാരണം
ഇങ്ങനെ ഒരു ഉറപ്പ് പല രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ പാകിസ്ഥാൻ അത് നിഷേധിച്ചാലും ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും ഇങ്ങനെ ഒരു ഉറപ്പ് പാകിസ്ഥാൻ കൊടുത്തേക്കാം എന്നൊരു വലിയ അപകട സാധ്യത ഇസ്രായേലിന്റെ മുമ്പിലേക്ക് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായും ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാൻ ആകാൻ ഇത് കൂടുതൽ കാരണമായേക്കാം. അമേരിക്കയാണ് പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. US-ന്റെ സപ്പോർട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതി എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പൊ ഇസ്രായേൽ എന്തായാലും അടുത്ത് ഉറപ്പായും പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു.